ഇന്നത്തെ വീഡിയോ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം. ഇത് പതിറ്റാണ്ടുകളായി നടക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പുതുമയുണ്ട്. രാഷ്ട്രീയം, യുദ്ധം, മനുഷ്യാവകാശം ഇതെല്ലാം വിട്ട് സ്പോർട്സ് ലോകത്തിലേക്കും ഈ വിഷയം കടന്നിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ വരെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തലുകൾ നേരിടുകയാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് സത്യം? എന്താണ് തെറ്റായ പ്രചാരം? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി എളുപ്പത്തിൽ മനസ്സിലാക്കാം. പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം എവിടെ നിന്ന് തുടങ്ങി? 1948 ഇസ്രായേൽ രാജ്യം രൂപപ്പെട്ടു. അന്നത്തെ പലസ്തീൻ പ്രദേശങ്ങൾ താമസിച്ചിരുന്ന നിരവധി ആളുകൾ വീടുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ, ഗാസ, വെസ്റ്റ് ബാങ്ക്, ഈസ്റ്റ് ജെറുസലേം തുടങ്ങിയ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തു. ആ സമയത്ത് മുതൽ രണ്ട് രാഷ്ട്ര പരിഹാരം എന്ന ആശയം ഉയർന്നു വന്നു. ഒന്ന് സ്വതന്ത്ര പലസ്തീൻ, രണ്ട് ഇസ്രായേൽ. പക്ഷേ ഇന്നുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. പകരം പുതിയ സംഘർഷങ്ങളും മനുഷ്യജീവിത നഷ്ടങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2023 ഒക്ടോബറിൽ ഹമാസ് ആക്രമണം നടത്തിയതിനു ശേഷം സ്ഥിതി കൂടുതൽ വഷളമായി. ഗാസയിൽ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. UN ഉൾപ്പെടെ ലോകം മുഴുവൻ ഇത് മാനവിക ദുരന്തം എന്ന് പറഞ്ഞു. ഒരു വശത്ത് ഇസ്രായേലിന് പിന്തുണ, മറ്റൊരു വശത്ത് പലസ്തീന് പിന്തുണ. ലോകമെമ്പാടും പ്രതിഷേധങ്ങളും റാലികളും നടന്നു. ഈ സാഹചര്യത്തിൽ കായിക ലോകവും പൂർണ്ണമായി വേർപെട്ടില്ല. ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലും പ്രതിഷേധങ്ങൾ കണ്ടു. പൊളിറ്റിക്സ്, യുദ്ധം, മനുഷ്യാവകാശം എല്ലാം സ്പോർട്സിലേക്ക് കൂടി വന്നുവിട്ടു. കളിയും രാഷ്ട്രീയവും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ട്. ഒളിമ്പിക്സ് ബഹിഷ്കരണം മുതൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ടീമുകൾക്ക് വിലക്ക് വരെ. ഇസ്രായേലിനെതിരെ ചില ഗ്രൂപ്പുകൾ, സംഘടനകളും ഫിഫ പോലുള്ള ഫുട്ബോൾ സംഘങ്ങളോട് ആവശ്യപ്പെട്ടു ഇസ്രായേലിനെ മത്സരങ്ങളിൽ നിന്നും പുറത്താക്കണമെന്ന്. ഗെയിം ഓവർ ഇസ്രായേൽ പോലുള്ള ക്യാമ്പയിനുകൾ ടൈം സ്ക്വയർ പോലുള്ള സ്ഥലങ്ങൾ വരെ നടന്നു. അതായത് സ്പോർട്സ് ലോകം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടില്ല. അർജന്റീനൻ സംഭവം. ഇപ്പോൾ അർജന്റീനയിലേക്ക് വരാം. 2025 ബ്യൂവനോസ് അയറസിൽ ഒരു ക്ലബ് മത്സരം നടന്നു. ഓൾഡ് ബോയ്സ് vs അറ്റ്ലാന്റ. ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ചില ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് ഒരു കൊഫിൻ കൊണ്ടുവന്നു. ആ കൊഫിനിൽ ഇസ്രായേൽ പതാക പതിച്ചിരിക്കുന്നു. ഈ ദൃശ്യം ലോക മാധ്യമങ്ങളിൽ പടർന്നു. പലരും പറഞ്ഞു ഇത് ആന്റിസെമിറ്റിക്, അതായത് ജൂതർക്കെതിരായ വിദ്വേഷ പ്രവർത്തനം എന്നാണ്. AFA, അതായത് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഉടൻ തന്നെ പ്രതികരിച്ചു. അവർ പറഞ്ഞു ഇത് സ്വീകരിക്കാനാവാത്തതാണ്, അന്വേഷണം നടക്കും, കോടതി നടപടികളും ഉണ്ടാകും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞു തുടങ്ങി AFA ഇസ്രായേലിനൊപ്പം നിന്നു, AFA പലസ്തീനെതിരെ നിന്നു. പക്ഷേ യാഥാർത്ഥ്യം, AFA ഒന്നും രാഷ്ട്രീയമായി പ്രഖ്യാപിച്ചിട്ടില്ല. അവർ ചെയ്തത് ഒരു അനുചിത സംഭവത്തെ അപലപിച്ചത് മാത്രമായിരുന്നു. ഇന്നത്തെ കാലത്ത് വാർത്തകൾക്ക് മുമ്പ് തന്നെ പ്രചാരണം നടക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, എക്സ്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും വാർത്തകൾ പടരുന്നു. ചിലപ്പോൾ വ്യാജ വാർത്തകൾ, ചിലപ്പോൾ തെറ്റായ ചിത്രങ്ങൾ, ചിലപ്പോൾ കെട്ടിച്ചമച്ച പ്രസ്താവനകൾ. ഉദാഹരണത്തിന് മെസ്സി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും മെസ്സി പറഞ്ഞുവെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരായ നമുക്ക് ഒരേ ഒരു ഉത്തരവാദിത്തമുണ്ട്. വാർത്തകൾ 2-3 വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് പരിശോധിക്കുക. ഇനി നമുക്ക് അർജന്റീൻ സർക്കാരിന്റെ നിലപാടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇപ്പോൾ പ്രസിഡന്റായിരുന്ന ജാവിയർ മിലൈ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇസ്രായേലുമായി അടുത്ത ബന്ധം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അർജന്റീന എംബസി ജെറൂസലേമിലേക്ക് മാറ്റും. അതായത് സർക്കാരിന്റെ ഔദ്യോഗിക വിദേശ നയം ഇസ്രായേലിനോട് സൗഹൃദപരമാണ് എന്നർത്ഥം. പക്ഷേ ഫുട്ബോൾ ഫെഡറേഷൻ AFA അവിടെ കാര്യങ്ങൾ വേറെയാണ്. അവർ പൊളിറ്റിക്കൽ പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ല. അവർക്ക് പ്രധാനമായി നോക്കുന്നത് ഫുട്ബോൾ മാനദണ്ഡം മാത്രമാണ്. പക്ഷേ അർജന്റീനയിലെ ജനാഭിപ്രായം വിഭജിക്കപ്പെട്ടിരിക്കും. ചിലർ പലസ്തീനിന് പിന്തുണ നൽകുന്നു, ചിലർ ഇസ്രായേലിന് പിന്തുണ നൽകുന്നു. അതുകൊണ്ട് പ്രതിഷേധങ്ങളും കൗണ്ടർ പ്രൊട്ടസ്റ്റുകളും നടക്കാറുണ്ട്. ഇതാണ് സത്യം. ഒരു ഏകദേശ നിലപാടില്ല. വിവിധ ഗ്രൂപ്പുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ചരിത്രപരവും ഏറെ സങ്കീർണവുമാണ്. സ്പോർട്സ് ലോകവും ഇതിൽ നിന്നും ബാധിക്കപ്പെട്ടിരിക്കുന്നു. അർജന്റീനയിലെ സംഭവം ഒരു ക്ലബ് മത്സരത്തിൽ ആരാധകർ നടത്തിയ അനധികൃത പ്രകടനം മാത്രമാണ്. അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അതിനെതിരെ അന്വേഷണം തുടങ്ങി. പക്ഷേ അവർ ഒരു രാഷ്ട്രീയ നിലപാടും എടുത്തിട്ടില്ല. അർജന്റീനിയൻ സർക്കാർ ഇസ്രായേലിനോടാണ് അടുത്തു നിൽക്കുന്നത്. റഷ്യ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ വേഗത്തിൽ പടരുന്നു. അതുകൊണ്ട് അവസാനമായി പറയുന്നത് വാർത്തകൾ കേട്ടാൽ ഉടനെ വിശ്വസിക്കരുത്. പരിശോധിക്കുക, വിശ്വസനീയമായ സ്രോതസ്സുകൾ നോക്കുക, തുടർന്ന് സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.